രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തുകയാണ്. 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 26-ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. India, that is Bharat, shall be a sovereign, democratic republic, and the Union and its component parts, the states, shall exercise all powers and functions of government and administration in accordance with the provisions of the said Constitution. റിപ്പബ്ലിക് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന പദം ഉത്ഭവിച്ചത്. ഒരു പ്രത്യേക ഭരണാധികാരിക്കോ രാജാവിനോ വേണ്ടി അല്ലാതെ പൊതുജനങ്ങളുടെ പ്രയോജനത്തിനായി ജനങ്ങൾ തന്നെ ഭരിക്കുന്ന ഒരു സർക്കാർ എന്നതാണ് ഇതിനർത്ഥം. പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഒരു രാജ്യത്തെ ഭരിക്കുമ്പോൾ ആ ഭരണരീതിയെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവൻ ഉണ്ടായിരിക്കും എന്നതും റിപ്പബ്ലിക് ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആഘോഷമാണെന്ന് ഒരർത്ഥത്തിൽ പറയാം. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. എന്നാൽ വൈവിധ്യത്തിനുള്ളിലും ഏകത്വം കാണാൻ സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും 1950 ജനുവരി 26 വരെ രാജ്യത്തിന് സ്വന്തമായൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന ഇന്ത്യ മഹാരാജ്യത്തിനായി ശക്തമായൊരു ഭരണഘടന തയ്യാറാക്കി. 1948 നവംബർ 4-ന് കമ്മിറ്റി ഭരണഘടനയുടെ അന്തിമ കരട് ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ചിരുന്നു. 1949 നവംബർ 26-ന് ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചെങ്കിലും പ്രാബല്യത്തിൽ വന്നില്ല. 1950 ജനുവരി 26-നാണ് ഇന്ത്യ ഔദ്യോഗികമായൊരു റിപ്പബ്ലിക്കായി മാറുകയും ഭരണഘടന പ്രാബല്യത്തിൽ വരികയും ചെയ്തത്. തുടർന്ന് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തു. 1950 ജനുവരി 26-ന് ഇന്ത്യൻ സൈന്യത്തിലെ ഗൂർഖ റെജിമെന്റിലെ ബ്രിഗേഡിയർ മോത്തി സാഗറിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത്. ഒന്നാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കാർണോ ആയിരുന്നു. റിപ്പബ്ലിക് സർക്കാരിന്റെ പ്രധാന സവിശേഷത പൗരാവകാശങ്ങൾക്കും ഭരണഘടനയ്ക്കും നൽകുന്ന പ്രാധാന്യമാണ്. റിപ്പബ്ലിക് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനം തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും നീതിപൂർവകമായിരിക്കും എന്നതാണ്. കൂടാതെ എല്ലാവർക്കും പ്രയോജനകരമായ നിയമങ്ങളും നയങ്ങളും രൂപീകരിക്കാനും സാധിക്കുന്നു. ഓരോ പൗരനും രാഷ്ട്രീയ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനും തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും അവസരം ലഭിക്കുന്നു. ഇത് സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും വോട്ടിന്റെ ശക്തിയിലൂടെ നേതാക്കളെ തിരഞ്ഞെടുക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുന്നു. ജനാധിപത്യവും റിപ്പബ്ലിക്കും പലപ്പോഴും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ റിപ്പബ്ലിക്കിൽ ഭരണഘടനയ്ക്ക് പരമമായ പ്രാധാന്യം നൽകുന്നു. ചുരുക്കത്തിൽ റിപ്പബ്ലിക് എന്നത് ജനങ്ങളുടെ പരമാധികാരത്തെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണ സമ്പ്രദായമാണ്.